എടാ നീ വിട്ടോ. നീ തിരിച്ചു പോകുന്നോ? നാളെ. ഓക്കെ ശരി ശരിയാണോ? അമ്മച്ചേ 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 ജിൻസി എവിടെ പോയി കാണും? ഹലോ ട്രാഫിക്കൊക്കെ എങ്ങനെ പോണു? ആ കുഴപ്പമില്ല. കേറി വാ. എന്നതാ ചോദിച്ചായ? നീ ഇരിക്കേ. നീ ഇരിക്കട കുഞ്ഞോനെ. നിനക്ക് മനസ്സിലായില്ലേ ലൂയിപ്പാപ്പനെ മോളിയാൻ്റെയും കട്ടപ്പനയുള്ള? ഇച്ചായ എന്നതാ പ്രശ്നം എന്ന് പറ. നീ ഇരിക്കേ. അമ്മച്ചിയും ജിൻസി മോളും എവിടെ? നീ എന്നതാടാ പന്ന കണ്ട പെരിച്ചാഴിയെ കൂട്ടി നിൽക്കുന്നേ? നീ ഇരിയുടെ കുഞ്ഞോനെ. നീ ഇന്ന് വരുമെന്ന് സാറാമ്മച്ചി പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. കുട്ടമ്പുഴയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മോളിയുടെ ഒരു ആങ്ങൾ അവിടെ ഇല്ലേടി? ഇച്ചായ അവളെ വിളിക്കട്ടെ. വിളിച്ചോ. ഇനി പോരെ, ആളെത്തിയിട്ടുണ്ട്. മതി മതി നിന്റെ ആക്ടിങ്. അവന് ചായ വിട. വാ. ചായ ചായ എടുക്കണം. കുഞ്ഞാനെ, നിനക്ക് കാര്യം എന്നാന്ന് പിടി കിട്ടിയോ? ആരും ചിരിക്കല്ലേ, എന്റെ ചായനിപ്പോ നാണം കൊണ്ടങ്ങ് ഇല്ലാണ്ടോ. വെച്ചിട്ട് പോടി എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെ. ഞങ്ങളെ നിങ്ങളെ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കട്ടെ. നമ്മുടെ അപ്പന്മാർ ആഗ്രഹിച്ചതല്ലേ. പിന്നെ നീ എന്നാത്തിനാടാ ഇവിടെ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയേ? എന്നെ പൊന്നമ്മച്ചി, അതങ്ങ് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ ഞാൻ. എനിക്ക് എന്റെ കുഞ്ഞോനെ മതി. അല്ലെങ്കിൽ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. മനസ്സിന്റെ ചേർച്ചയല്ലേ വലുത്, ഇല്ലേ ചായ? ചിരിക്കണ്ട. എന്നാ പിന്നെ ആഹാരം കഴിച്ചാലോ? കുഞ്ഞോൻ വരുന്ന വഴിയല്ലേ, വിശക്കുണ്ടാവും. അയ്യോ, അത് പറഞ്ഞ എങ്ങനെയാ? ചെറുക്കനും പെണ്ണിനും പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണ്ടായോ? വാ ജോസേട്ടാ, വാന്നേ. നീ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോന്നെ? കൈ വിട്, കാര്യം പറ. നീ കൈ വിട്. നീ എന്നായി കാണിക്കുന്നേ? എന്റെ പൊന്നു നൻസി, എന്നാ ബോറ് പരിപാടി നീ കാണിച്ചേ? എന്റെ തൊലി അങ്ങ് ഒരിഞ്ഞു പോയി. ആ സാരമില്ല, ആ തൊലി നമുക്കങ്ങ് വെച്ചുപിടിപ്പിച്ചേക്കാം. ഇതൊക്കെ സാർ അങ്ങ് സഹിച്ചാ മതി. കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതൊക്കെ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ല നാൻസി? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയ്ക്ക് പോരായോ? പിന്നല്ലാണ്ട്
ഞാനങ്ങ് ചമ്മി നാണം കിട്ടും. എന്നാലേ ആ ഒരു ചമ്മല് മാറ്റാൻ ഞാനൊരു ഊട്ടം തന്നാലോ? എന്നതാ? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജൂൺ 29. മാഷേ, ഗുഡ് മോർണിംഗ്. നേരത്തെ ആ, എന്തൊരവസ്ഥയാണ് ഓരോന്ന് കാണുമ്പോൾ. സാറിന്റെ മുട്ട എടുത്തായിരുന്നു. അതല്ല, എന്റെ പുഴുങ്ങിയ താറാമുട്ട അവിടെ കാണാനില്ല. സാറിന് അറിയാല്ല, എനിക്ക് വ്യായാമം കഴിഞ്ഞാൽ താറാമുട്ട നിർബന്ധമൊന്നും. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അപ്പൊ അവനായിരിക്കുള്ളൂ ബാലകൃഷ്ണ. ആ ജോസാർ എത്തിയ എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അതേ തന്നെ മുട്ട കൊള്ളൻ വരട്ടെ. ഇവനായിരിക്കുള്ളൂ അത് എടുത്തേക്കണത്. എവിടെയായിരുന്നു എത്രയും നേരം? കുളിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് പോയി ചായ എടുത്തോണ്ട് വന്നേ. അതെ, ആദ്യം നിന്റെ ഡ്രസ് ഒന്ന് മാറ്റി. മിസ്റ്റർമാരെ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു ബാലകൃഷ്ണൻ ഏട്ടാ, ആദ്യം ഡ്രസ്സ് മാറും, എന്നിട്ട് ചായ ഇട്ടാ മതി. ആ ഇതാണ് അന്തസ്. കണ്ടു പഠിക്ക്. 2 എണ്ണം മാഷന്മാര്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മുട്ട കൊള്ള? സാറ് ന്യൂസ് കണ്ടായിരുന്നോ? പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അറിഞ്ഞു. ആ പറഞ്ഞ പോലെ ജോസാറിന് ഇത് കന്നി ഇലക്ഷൻ ആണല്ലോ. എന്റെ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മെനക്കെട്ട പണിയാട്ടോ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? അതൊന്നും പറയാൻ ഒക്കൂല. വെട്ടവും വെളിച്ചുള്ള സെന്റർ കിട്ടാൻ പ്രാർത്ഥിച്ചു. ആകെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മെഴുകുതിരി വരും. രാത്രി വെട്ടം കാണാനും പിറ്റേന്ന് ഇലക്ഷൻ സാധനങ്ങൾ സീൽ വെക്കാനും. കിട്ടുന്ന സെന്റർ വല്ല മലമുക്കിലാണെങ്കിൽ നമ്മൾ തെണ്ടി പോകത്തേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞോ അധ്യാപകരാവാൻ? എനിക്ക് ഇതൊക്കെ വെറും പുല്ല. വിനോദ് സാറേ, അത്രയ്ക്ക് പ്രശ്നമാണോ ഇലക്ഷൻ ഡ്യൂട്ടി? ആണോന്ന് നമ്മളെ ജയിലിലടച്ചതിന് തുല്യോണ് മാഷേ. അതെ, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ചാർജ് ഏറ്റെടുത്ത് നമ്മൾ ആ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെറ്റ തള്ളയത്തു എന്ന് പറഞ്ഞാലും ഇലക്ഷൻ കഴിയാതെ നമ്മളെ പുറത്തേക്ക് വിടില്ല. വല്ല പ്രശ്നബാധിത ബൂത്തിലെങ്ങാനുമാണ് ഡ്യൂട്ടി കിട്ടുന്നതെങ്കിലേ എൻ്റെ പൊന്ന് സാറേ, ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല.